2026 വ്യാഴമാറ്റം. വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറിൽ ജനിച്ച ജാതകർക്ക് ധനസ്ഥാനാധിപനും പഞ്ചമസ്ഥാനാധിപനുമായ വ്യാഴം 2026 ജൂൺ 2 രാശിമാറ്റപ്രകാരം അതീവ അനിഷ്ടഭാവമായ 8ാം ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്ക് കർക്കിടകം രാശി ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നു. ഭാഗ്യഭാവത്തിൽ പരമോച്ച ബലത്തോടെ നിലകൊള്ളുന്ന വ്യാഴം അവിടെ നിന്ന് ജന്മരാശിയിലേക്കും 3-5 ഭാവങ്ങളിലേക്ക് അമൃത ദൃഷ്ടി പതിപ്പിക്കുന്നത് അതീവ സുവർണമായ കാലഘട്ടത്തിന് വഴിതെളിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച കടുത്ത ദുരന്തങ്ങൾ, സാമ്പത്തിക ശോച്യാവസ്ഥകൾ, വ്യക്തിപരമായ ക്ലേശങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ ഗോചരമാറ്റത്തോടെ പൂർണ്ണമായ പരിഹാരവും ശാശ്വത മോചനവും കൈവരും. 5ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന പഞ്ചമ ശനിക്കാലമാണെങ്കിലും ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിയിലേക്ക് പതിക്കുന്നതിനാൽ ശനിദോഷങ്ങളുടെ കാഠിന്യം പൂർണ്ണമായും ഇല്ലാതാകും. ഈശ്വരാധീനവും ഭാഗ്യവർദ്ധനവും വേണ്ടുവോളം അനുഭവപ്പെടുന്നതിനാൽ വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാകും. ആത്മവിശ്വാസവും വിവേകവും ഉണരുന്നതിനൊപ്പം ഭൗതിക വളർച്ചയും വലിയ തോതിലുള്ള ആത്മീയോന്നതയും ഒരേ സമയം കൈവരുന്ന അനുകൂല സാഹചര്യങ്ങളാണ് ഈ രാശിമാറ്റത്തിലൂടെ ജാതകർക്ക് സംജാതമാകുന്നത്. സാമാന്യ ഫലം. ഗ്രഹനില. ഭാഗ്യസ്ഥാനത്ത് പരമോച്ച ബലത്തോടെ നിലകൊള്ളുന്ന വ്യാഴത്തിന്റെ നിലയും ജന്മരാശിയിലേക്കുള്ള അമൃതദൃഷ്ടിയും ജീവിതത്തിൽ പുതിയൊരു പ്രകാശം പരത്തും. പഞ്ചമശനി നിലനിൽക്കുന്ന സമയമാണെങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടി പ്രഭാവത്താൽ ശനിദോഷങ്ങൾ പൂർണ്ണമായും നിഷ്പ്രഭമാകും. കഴിഞ്ഞകാല ദുരിതങ്ങളിൽ നിന്നും സാമ്പത്തിക തടസ്സങ്ങളിൽ നിന്നും ശാശ്വത മോചനം നേടാനും വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനും ജാതകർക്ക് സാധിക്കും. തൊഴിലും ധനസ്ഥിതിയും. തൊഴിൽപരമായും സാമ്പത്തികമായും അഭൂതപൂർവമായ വലിയ വിജയങ്ങളാണ് ഈ രാശിമാറ്റത്തിലൂടെ കൈവരുന്നത്. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക പദ്ധതികളിൽ നിന്നും അപ്രതീക്ഷിതമായി വലിയ ലാഭം തിരികെ ലഭിക്കും. ശമ്പള വർധനവോടെ പുതിയ ഉദ്യോഗ ലബ്ധി ഉണ്ടാകാനും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ശാഖകളോ പുതിയ ഏജൻസികളോ ആരംഭിച്ച് വ്യാപാരം വിജയകരമായി വിപുലീകരിക്കാനും സാധിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും തടസ്സമില്ലാതെ ധനാഗമനം ഉണ്ടാകുകയും കടബാധ്യതകൾ പൂർണ്ണമായി തീർക്കാനും സാധിക്കുകയും ചെയ്യും. പുതിയ ഭൂമി സമ്പാദിക്കുന്നതിനും വാഹനം, സ്വർണം, ആടയാഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ വാങ്ങി യോഗം കൈവരുന്നതിനും സാഹചര്യമൊരുങ്ങും. ആശയവിനിമയ ശേഷിയും വാക്കുകളുടെ സ്വാധീനവും വർദ്ധിക്കുന്നതിനാൽ മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, അഭിഭാഷകർ, പ്രഭാഷകർ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ വലിയ അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. കായിക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതി ഉണ്ടാകും. പൂർവിക കാര്യങ്ങളിലും ബിസിനസ് ഇടപാടുകളിലും മികച്ച വിജയം കൈവരിക്കാനും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും വായ്പകളും എളുപ്പത്തിൽ ലഭ്യമാകാനും സാഹചര്യമൊരുങ്ങും. കുടുംബവും ബന്ധങ്ങളും. കുടുംബജീവിതത്തിൽ ദീർഘനാളായി നിലനിന്നിരുന്ന കറുത്ത നിഴലുകൾ മാറി പരസ്പര വിശ്വാസവും സ്നേഹവും സമാധാനവും നിറഞ്ഞു നിൽക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പാരസ്പര്യം വർദ്ധിക്കുന്നതിനൊപ്പം പങ്കാളി മൂലം വലിയ ഗുണാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. വളരെ നാളായി സന്താന ഭാഗ്യത്തിനായി പരിശ്രമിക്കുന്ന ദമ്പതികൾക്ക് അനുയോജ്യമായ ചികിത്സകൾ ഫലം കാണുകയും സൽസന്താന പ്രാപ്തി കൈവരാൻ ഭാഗ്യമുണ്ടാക്കുകയും ചെയ്യും. അവിവാഹിതരായ ജാതകർക്ക് അനുകൂലമായ വിവാഹസിദ്ധി കൈവരികയും പ്രണയബന്ധങ്ങൾ തടസ്സങ്ങളില്ലാതെ വിവാഹത്തിലേക്ക് വിജയകരമായി എത്തിച്ചേരുകയും ചെയ്യും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ വലിയ യോഗമുണ്ട്. മക്കളുടെ പഠന പുരോഗതി, ഉയർന്ന വിദ്യാഭ്യാസം, പുതിയ ഉദ്യോഗലബ്ധി, വിവാഹം എന്നിവയിലൂടെ കുടുംബത്തിൽ വലിയ സന്തോഷവും സംതൃപ്തിയും കൈവരും. മാതാപിതാക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും അവർക്ക് വലിയ അഭിവൃദ്ധിയും അഭ്യുദയവും ഉണ്ടാകുകയും ചെയ്യും. അയൽവാസികളുമായും സുഹൃത്തുക്കളുമായും നല്ല സ്നേഹബന്ധം പുലർത്താൻ സാധിക്കും. ആരോഗ്യവും മാനസികാവസ്ഥയും. ശാരീരിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അതീവ ഗുണകരമായ മാറ്റങ്ങളാണ് ഈ വ്യാഴമാറ്റത്തോടെ പ്രകടമാകുക. മുൻപ് അലട്ടിക്കൊണ്ടിരുന്ന വിട്ടുമാറാത്ത രോഗാവസ്ഥകളും ശാരീരിക ബുദ്ധിമുട്ടുകളും കൃത്യമായ ആശ്വാസവും രോഗമുക്തിയും കൈവരും. ശരീരത്തിന് പുതിയ ഊർജ്ജസ്വലതയും സുഖവും അനുഭവപ്പെടും. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള കാര്യശേഷിയും ചിന്താശേഷിയും ശക്തമാകും. തെറ്റായ പ്രവർത്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നും സ്വയം അകലം പാലിക്കാൻ സാധിക്കും. നല്ല ആളുകളുടെ കൂട്ടായ്മകളോട് ആഭിമുഖ്യം പുലരും. മനസ്സ് മതപരവും ജീവകാരുണ്യപരവുമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യാപരിക്കുന്നതിനാൽ ദീർഘദൂര തീർത്ഥാടന യാത്രകൾ നടത്താനും പുണ്യപ്രവർത്തികളിൽ ഉത്സാഹത്തോടെ പങ്കെടുക്കാനും അവസരമൊരുങ്ങും. പേരും പ്രശസ്തിയും ബഹുമാനവും വർദ്ധിക്കുന്നത് വഴി മാനസികമായി വലിയ സംതൃപ്തിയും ആന്തരിക ശാന്തിയും ജാതകർക്ക് അനുഭവപ്പെടും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ഉച്ചനായി നിൽക്കുന്നതിനാൽ സർവ്വവിധ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ സഹോദരങ്ങളുമായി ചെറിയ രീതിയിലുള്ള തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കുടുംബകാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ അതീവ സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്.
തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുമായും കീഴടങ്ങി കഴിയുന്നവരുമായും വളരെ സൗമ്യമായി പെരുമാറാൻ ശ്രദ്ധിക്കണം. ഔദ്യോഗിക രംഗത്ത് ചിലർക്ക് സ്ഥലമാറ്റങ്ങളോ സ്ഥാനചലനങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അവ പിന്നീട് അനുകൂലമായി ഭവിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പോടെ വിദേശത്ത് പഠിക്കാൻ തക്കവണ്ണം അനുകൂലമായ സാഹചര്യമുള്ളതിനാൽ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പഞ്ചമശനി തുടരുന്നതിനാൽ ദോഷങ്ങൾ പൂർണ്ണമായി ലഘൂകരിക്കുന്നതിനും വ്യാഴത്തിന്റെ ഭാഗ്യാനുഭവങ്ങൾ പൂർണ്ണമായി നിലനിർത്തുന്നതിനും കൃത്യമായ പ്രാർത്ഥനകളും വഴിപാടുകളും അനുഷ്ഠിക്കുന്നത് അതീവ ഗുണകരമായിരിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.